ഈ വിധിയുടെ വിശദാംശങ്ങളാണ് ബിനിൽ നിന്ന് തേടുന്നത്? അഭിലാഷ്, ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3 കുറ്റപത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കേസിലുള്ളത്. അതിലെ ആദ്യ കുറ്റപത്രത്തിലാണ് 6 പ്രതികളും അവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ചാർലി തോമസും ഉള്ളത്. അതിൽ 6 പ്രതികൾ അവരെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു, അവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അവർക്ക് പരമാവധി ശിക്ഷയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്, അതായത് ജീവപര്യന്തം വരെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗൂഢാലോചനയുടെ പാർട്ടിലേക്ക് വരുമ്പോൾ അത് കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇനി നമുക്ക് മനസ്സിലാകാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്തായിരുന്നു പൾസർ സുനിയുടെ ലക്ഷ്യമെന്നത്. അതായത് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധം പൾസർ സുനിക്കുള്ളതായി പൊതുസമൂഹത്തിന് വ്യക്തമല്ല. അപ്പോൾ പിന്നീട് എന്തിനാ കുറ്റകൃത്യം ചെയ്തു എന്നതാണ് വ്യക്തമാകേണ്ടത്. അത് ആ കോടതി ഉത്തരവ് വരുമ്പോൾ കോടതിയുടെ ബോധ്യം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, ഈ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിനോടുള്ള മുൻവൈരാഗ്യം അത് പൂർണ്ണമായും കോടതി തള്ളിയിരിക്കുന്നു എന്നതാണ് ഈ ദിലീപിനെ വെറുതെ വിട്ടതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ പിന്നീട് നടന്നിട്ടുള്ള 2 അന്വേഷണങ്ങളെയും കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ അന്വേഷണങ്ങൾക്ക് കോടതി മുമ്പാകെ ഒരു പ്രസക്തിയുമില്ല. കോടതി ആ അന്വേഷണങ്ങളെയും അതിലെ തെളിവുകളെയും വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അതെന്തുകൊണ്ട് എന്നത് 12-ാം തീയതി ഈ വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൽ താരസംഘടനയിലെ അടക്കമുള്ള 28 സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. ആ സാക്ഷികൾ പ്രധാനപ്പെട്ട ചില താരങ്ങൾ, അവരാണ് ഈ ദിലീപും ഈ ആക്രമിക്കപ്പെട്ട നടിയും തമ്മിലുള്ള ഈ വ്യക്തി വൈരാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ പൂർവ്വ വൈരാഗ്യത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റു ചിലരും കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലർ ആ ഭാഗത്ത് നിന്ന് മാറിക്കളഞ്ഞു, അവരുടെ മൊഴി മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കോടതി എന്താണ് വായിച്ചെടുത്തിരിക്കുന്നത് എന്നതാണ് നമുക്കറിയേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന പൾസർ സുനിക്ക് എന്താണ് ഈ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വിരോധം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അയാൾ ഇത് ചെയ്തത്? ഇത് അയാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ല, അയാൾ ഒരു സംഘവുമായി പോയി വളരെ പ്ലാൻഡ് ആയിട്ട് ഇത് ചെയ്യണമെങ്കിൽ അതിനൊരു ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ടായിരിക്കണം. ആ ഉദ്ദേശവും ലക്ഷ്യവും എന്താണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ദിലീപ് ഇവിടെ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയ ശേഷം പുറത്തിറങ്ങി വന്ന് പറഞ്ഞൊരു കാര്യമാണ്, തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്. ആ ഗൂഢാലോചന തുടങ്ങിയത് മഞ്ജു വാര്യർ ഇതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്നാണ്. അപ്പോൾ എപ്പോഴാണ് അവർ ആ പ്രസ്താവന നടത്തിയത് എന്നതാണ് നമ്മൾ ചോദിക്കേണ്ടത്. 2017 ഫെബ്രുവരി 17-നാണ് നടി ആക്രമിക്കപ്പെടുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് എറണാകുളത്തെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സെഷൻസ് കോടതിയുടെ മുന്നിലാണ്, ഇവിടെ നിന്ന് വിളിപ്പാടകലെയാണ് ഈ ദർബാർ ഹാൾ ഗ്രൗണ്ട് ഉള്ളത്. അവിടെ വെച്ച് നേർന്ന പ്രതിഷേധ യോഗത്തിൽ ഒരു രാത്രിയിലാണ് സിനിമാ താരങ്ങൾ, ഇപ്പോൾ വെറുതെ വിട്ട ദിലീപ് അടക്കമുള്ളവർ വന്ന വേദിയിൽ വെച്ചാണ് മഞ്ജു വാര്യർ ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറയുന്നത്. ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ആദ്യത്തെ അന്വേഷണത്തിൽ 60 ദിവസം നീണ്ടുനിന്ന ആ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചനയിലേക്കും പോയിട്ടില്ല. ഇതിൽ ദിലീപിനെതിരെയുള്ള ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുതാപരമായ ശരി. അവിടെ ദിലീപിനെ ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, സാക്ഷി പോലും ആക്കിയിട്ടില്ല. ആദ്യത്തെ അന്വേഷണത്തിൽ ദിലീപിന് അടുത്തേക്കേ പോലീസ് പോയിട്ടില്ല. അപ്പോൾ ആ മഞ്ജു വാര്യർ ആ ഗൂഢാലോചനാവാദം മുന്നോട്ട് വച്ച ശേഷം പോലീസ് പോയി എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. ആദ്യത്തെ 60 ദിവസം പോലീസ് ഈ കേസിലെ ആദ്യ കുറ്റപത്രം നൽകുന്നതുവരെ ദിലീപിന്റെ പരിസരത്തേക്ക് പോലും പോയിട്ടില്ല. ദിലീപിൽ സാക്ഷിയുമല്ല, മൊഴിയും എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ബിനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന 6 പേരെയും ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.